ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൊമാറ്റിക് മല്ലൂസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടാൻ പോവാണ്. മറ്റൊന്നല്ല, അടിപൊളി ഒരു ഒന്നാന്തരം മൈക്രോഫോൺ ആണ്. ഹോളിലാൻഡ് ലാർക്ക് M2 എന്നുള്ള അടിപൊളി ഒരു ബട്ടൺ മൈക്രോഫോൺ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ തന്നെയാണ്. ആമസോണിൽ നിന്ന് വാങ്ങാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഒരു 20% എനിക്ക് ഓഫ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ആമസോണിൽ തന്നെ അത് വാങ്ങി. ഇതാണ് ഹോളിലാൻഡിന്റെ ലാർക്ക് M2 എന്നുള്ള വയർലെസ് മൈക്ക്. ഞാൻ ഈ മൈക്ക് വാങ്ങാനായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് തന്നെയാണ്. ഈ മൈക്കിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ബട്ടന്റെ അത്ര തന്നെ സൈസുള്ളൂ, വളരെ ചെറുതാണ്. ഇനി ഈ മൈക്കിന്റെ ഈ ബോക്സ് തുറന്നു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആദ്യം തന്നെ നമുക്ക് കാണുന്ന പോലെ നോർമലായിട്ടുള്ള എല്ലാ ഡിവൈസും ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവലാണ്. അതേപോലെ ഈ യൂസർ മാനുവലിന്റെ കൂടെ തന്നെ കുറച്ച് സ്മൈലികളുടെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മൈക്കൊക്കെ ഇരിക്കുന്ന റീചാർജബിൾ ആയിട്ടുള്ള അടിപൊളി കേസ്. അടുത്തായിട്ട് പുറത്തെടുക്കുന്നതാണ് ഐഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈറ്റ്നിങ് അഡാപ്റ്റർ. അതേപോലെ ആൻഡ്രോയിഡ് ഡിവൈസുകളായിട്ട് കണക്ട് ചെയ്യുന്ന C ടൈപ്പ് അഡാപ്റ്ററും വേറെ ഉണ്ട്. തീർന്നിട്ടില്ല, ഇതിന്റെ അടിയിലും വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കവറൊക്കെ കാണുന്നുണ്ട്. ഹോളിലാൻഡിന്റെ പ്രിന്റിംഗ് ഉള്ള ചെറിയൊരു ബാഗാണ്. ഇനി നമുക്ക് അതിന്റെ ഉള്ള എന്താന്ന് നോക്കാം. ഈ ബാഗിന്റെ ഉള്ള കൈയിട്ടപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് ചാർജ് ചെയ്യാനുള്ള C ടൈപ്പ് കേബിൾ ആണ്. പിന്നെ നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സ്പ്രിംഗ് ടൈപ്പ് കേബിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ജോഡി ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്കിനെ കവർ ചെയ്യാൻ പാകത്തിനുള്ള സ്പോഞ്ച് ടൈപ്പ് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മാല കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മാലയ്ക്ക് ഒരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെയാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ മൈക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അവസാനമായിട്ട് കിട്ടിയത് മുമ്പ് കിട്ടിയിരുന്ന ആ ക്ലോത്തിന്റെ രണ്ടാമത്തെ ക്ലോത്താണ്. അപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഈ ബാഗിൽ ഒന്നും തന്നെ ഇല്ല, ആകെ വായു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ബാഗിൽ നിന്ന്, അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് പുറത്തെടുത്ത സാധനങ്ങൾ. ഇനി നമുക്കിനി ഇതിലെ ഓരോരോ സാധനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൈക്കിൽ തന്നെ തുടങ്ങാം. നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ബോക്സ് തന്നെയാണ്. കാണാൻ എന്താ പറയുക, കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹോളിലാൻഡിന്റെ എംബിളൊക്കെ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം 2 മൈക്കും ഒരു അഡാപ്റ്ററും ഉണ്ട്. ഈ ബോക്സിന്റെ പുറകിലായിട്ട് ചാർജ് ചെയ്യാനുള്ള ആ പോർട്ടും കാണാം. നമുക്കിനി ഇത് എല്ലാം ഒന്ന് പുറത്തേക്ക് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്യാമറയുടെ അഡാപ്റ്റർ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഈ ക്യാമറയുടെ അഡാപ്റ്ററും കയ്യിലെടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് പുറത്തേക്ക് എടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം, നമ്മുടെ മൈക്ക്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അതിന്റെ സൈസൊക്കെ വളരെ ചെറുത് തന്നെയാണ്. ഒരു വലിയ ബട്ടന്റെ അതേ സൈസ് തന്നെ ഉള്ളൂ. അതേപോലെ 2 മൈക്കിലും കാന്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം എന്താ പറയുക, അടുത്തേക്ക് വരുന്നതോറും അത് വികർഷിക്കുന്നത്. ഇതല്ലാതുള്ള മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡായിട്ടും ഐഫോണായിട്ടും കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ തന്നെയാണ്. കൂടാതെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന കേബിളും അതേപോലെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന C ടൈപ്പ് കേബിളും. ഈ ചാർജിങ് കേസിൽ ബാറ്ററിയുടെ ലെവൽ കാണിക്കുന്ന 4 കട്ടയാണുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിന്റെ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാനായിട്ട് ഈ മൈക്ക് ഒന്ന് അതിന്റെ കവറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. മൈക്ക് ഈ കേസിലേക്ക് വെച്ചപ്പോൾ തന്നെ അതിന്റെ ബാറ്ററിയുടെ ഇൻഡിക്കേഷനൊക്കെ ചാലായിട്ടുണ്ട്. ഏകദേശം 3 കട്ട ചാർജ് ഉണ്ട്. അതേപോലെ ആദ്യം വെച്ച മൈക്കിൽ ചാർജ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിലിപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ഓറഞ്ച് ലൈറ്റ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ക്യാമറയുടെ അഡാപ്റ്ററിന്റെ കൂടെ തന്നെ ഒരു ക്ലിപ്പ് ഉണ്ട്. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല ടൈറ്റുള്ള ക്ലിപ്പ് തന്നെയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. അതേപോലെ ഈ അഡാപ്റ്ററിന്റെ കൂടെ തന്നെ വോളിയൊക്കെ കൺട്രോൾ ചെയ്യണ ഒരു ബട്ടണും കൂടി കാണാം. അതേപോലെ നമ്മുടെ C ടൈപ്പ് അഡാപ്റ്ററും കൂടി കയ്യിലെടുക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കവറൊക്കെ മാറ്റുമ്പോഴും എന്താ പറയുക, ആ ഒരു മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 3 കട്ട ഇപ്പോൾ ബാറ്ററി ഇതിലുണ്ട് ഈ കേസിൽ. അതേപോലെ 2 മൈക്രോഫോണും ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൈക്കിന്റെ ചാർജിങ് പോയിന്റ് ആയിട്ട് കണക്ട് ആവുന്ന ആ ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം. അതേപോലെ ഈ കേസ് കാണാൻ നല്ലൊരു ക്യൂട്ട് ലുക്കൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അപ്പോൾ അടുത്ത പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് നമ്മളിതിൽ കാണാം, നമുക്ക് ഒരു ക്ലിപ്പാണ്. അതായത് നമ്മുടെ ഈ കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, അതിന് വേണ്ടിയുള്ള ക്ലിപ്പാണ്. ഇതിലാണ് അതും എന്താ പറയുക, മാഗ്നറ്റിക് ആയിട്ടുള്ള ക്ലിപ്പ് തന്നെയാണ്. അതിൽ നമുക്ക് ഈ മൈക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല ടൈറ്റുള്ള ക്ലിപ്പ് തന്നെയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് മൈക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ മൈക്ക് ഇതിലേക്ക് അറ്റാച്ച് ആവുന്നുണ്ട്. അതേപോലെ ഈ മാഗ്നറ്റിക് അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. ഈ മൈക്ക് നമ്മൾ ഈ ക്ലിപ്പിൽ നിന്ന് വിടിയിക്കാൻ അത്യാവശ്യം കുറച്ച് പാടുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് കോളറിൽ അറ്റാച്ച് ചെയ്യാം. രണ്ടാമത് നമുക്ക് ഈ ബെനിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് സാധാരണ മൈക്ക് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻസെർട്ട് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഈ മൈക്കിന്റെ കൂടെയുള്ള മാഗ്നറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആവണമെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പും ഈ മാഗ്നറ്റായിട്ട് പകരം ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം.
അതേപോലെ ഒരു ടീഷർട്ടിൽ വരുമ്പോഴും എന്താ പറയുക, ഒരു ബട്ടൺ ഇരിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ, ഒരു മൈക്ക് ഇരിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ഈ മൈക്ക് ഒന്ന് ടീഷർട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നോർമൽ ക്ലിപ്പ് വെക്കുന്ന പോലെ തന്നെ ഈ ക്ലിപ്പിൽ മൈക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ടീഷർട്ട് ആയതുകൊണ്ട് ബലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത്. ഷർട്ടായി കഴിഞ്ഞാൽ ഈ ഒരു കുഴപ്പം വരില്ല. നമ്മൾ പുറത്തുള്ള ആൾക്കാണ് ഈ മൈക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് വളരെയധികം ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വയർപ്പോ കാര്യങ്ങളൊന്നും ഈ ക്ലിപ്പ് പുറത്ത് ക്ലിപ്പ് ചെയ്യണ വഴി ഇതിൻ്റെ കൂടെ ഒന്നും വരില്ല. അതേപോലെ ഈ മൈക്കിലുള്ള ആ ഒരു മഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, ഇതാണ് നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആക്കണ ആ ബട്ടൺ. നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ആണ് കത്തുക. ഈ സമയത്ത് നമ്മൾ കത്തണില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഡാപ്റ്ററായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ക്ലിപ്പ് അല്ലാണ്ട് ഈ മൈക്രോഫോണിൻ്റെ കൂടെയുള്ള ആ മാഗ്നറ്റ് ആയിട്ട് തന്നെ നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീഷർട്ടായിട്ടൊക്കെ വളരെയധികം അറ്റാച്ച് ആയിട്ടിരിക്കണം തോന്നും. അധികം ഒന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. പിന്നെ ഈ ബട്ടൺ അകലിൽ നിന്ന് എടുത്ത് കാണിക്കാനുള്ള മെയിനായിട്ട് കാരണം ഈ ഹോളി ലാൻഡിൻ്റെ എംബിൾ ഉണ്ടല്ലോ, അത് വൈറ്റ് കളറായിട്ടുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാനായിട്ട്, ഹൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ സ്മൈലി ഉണ്ടല്ലോ, അതിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ നമുക്ക് കാണില്ല. പിന്നെ നമ്മുടെ കേസ് ചാർജ് ചെയ്യാനുള്ള കേബിള്, അതായത് സി ടൈപ്പ് കേബിള്, ഏകദേശം 1 മീറ്റർ ഇതിന് നീളമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറയും അഡാപ്റ്ററും കണക്ട് ചെയ്യാനുള്ള സ്പ്രിംഗ് ടൈപ്പ് കേബിള് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. കാരണം നമ്മൾ ഈ ക്യാമറയുടെ മുകളിൽ തന്നെയാണ് ഇത് അറ്റാച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ അധികം നീളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ക്യാമറയുടെ എംബ്ലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ക്യാമറയുടെ ഈ അഡാപ്റ്ററിനുള്ളിൽ ബാറ്ററി ഉള്ളതാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് തന്നെയാണ് ഈ ബോക്സിനുള്ള അതിൻ്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. മൊബൈലിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈറ്റ്നിങ് ആയാലും സി ടൈപ്പ് ആയാലും രണ്ടിൻ്റെയും അഡാപ്റ്ററിന് എന്താ പറയുക, ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് നേരിട്ട് അതിൻ്റെ പവറൊക്കെ എടുക്കുന്നത് മൊബൈലിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ക്യാമറയുടെ അഡാപ്റ്റർ നമ്മൾ കേസിൽ വെക്കുന്ന സമയത്ത് അതും ചാർജിങ് തന്നെ കാണിക്കുന്നുണ്ട്. അതിലും ബാറ്ററി കുറവ് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഐറ്റംസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കണ ഈ വോയിസ് ആണ് ഈ ഫോണിൽ, മൈക്രോഫോണിൽ കേൾക്കണ വോയിസ് ആണ് കണക്ട് ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടറിയാം ഇതിൻ്റെ ക്ലാരിറ്റിക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അതേപോലെ നമ്മളിതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ആക്ടിവേറ്റ് ആയിട്ടില്ല. അതിന് നമ്മൾ ഈ മഞ്ഞ ക്ലിക്ക് ചെയ്തിട്ട് വേണം അത് ആക്ടിവേറ്റ് ആക്കാനായിട്ട്. നമുക്കിനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പച്ച കത്തിയിട്ടുണ്ട്. പച്ച കത്തുമ്പോഴാണ് എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവണത്. 300 മീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത്. ഏകദേശം 1000 ഫീറ്റ്, അതായത് 300 മീറ്റർ ഉണ്ടാവും. അപ്പോൾ പുറത്ത് പോയിട്ട് നമ്മളത് പരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വോയിസ്, അതായത് ഈ നോയ്സ് ക്യാൻസലേഷൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ആ സമയത്ത് ഒന്ന് നോക്കാം. ഇതുകൂടാതെ ഇതിൽ സ്പോഞ്ച് ഉണ്ട്, അതായത് ഈ മൈക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള സ്പോഞ്ച് ഉണ്ട്. അത് പുറത്തുനിന്നുള്ള ആ ഒരു ഇത് വരാണ്ടിരിക്കാനായിട്ട്, നോയ്സൊക്കെ പിടിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഇതാണ്. അങ്ങനത്തെ 2 സ്പോഞ്ച് ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു മാലയിട്ട് മൈക്ക് ഇടാനുള്ള ഒരു എന്താ പറയുക ചരടാണ്. ഇത് രണ്ടും കാന്തായതുകൊണ്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുകയാണ്. ഇതേപോലെയുള്ളൊരു മാലയാണ്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കഴുത്തിലിടാം, അത് ടൈറ്റ് ചെയ്യാം, കുറച്ച് ലൂസാക്കണം. അതേപോലെ ഒരു മാലയൊക്കെ നിങ്ങൾക്ക് ഇടാം. ഈ ബട്ടൺ തന്നെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾക്ക് കഴുത്തിൽ വേണമെങ്കിൽ ഇട്ട് എന്താ പറയുക വീഡിയോ എടുക്കാം. നല്ല വോയിസ് ആയിട്ട് കിട്ടും. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് മേത്തൊന്നും ഇടണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാല പോലെ തോന്നുള്ളൂ, ഒരു ലോക്കറ്റ് പോലെ തോന്നുള്ളൂ. ആ ഒരു ഷേപ്പിലാണ് അവർ തന്നിട്ടുള്ളത്. അടിപൊളി തന്നെയാണ്. ഇത് കൂടാണ്ട് ഇതിൽ കുറച്ച് സ്മൈലികളൊക്കെ അവൈലബിൾ ആണ്. ഇത് കണ്ടറിയാം, നല്ല ഭംഗിയുള്ള കുറേ സ്മൈലികളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഈ എന്താ പറയുക ഈ ബട്ടണിൽ ഇതിന് പകരം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം, ഈ സ്മൈലീസൊക്കെ. പിന്നെ ഇതിൻ്റെ ബ്രൗഷർ ഇതിലുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറിയ അൺബോക്സിങ്. ഇത്രേ ഉള്ളൂ. ക്യാമറയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നിടാം. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യണില്ല. ഓക്കെ, ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡിവൈസിൻ്റെ ലെങ്ത്ത് അളക്കാൻ പോവാണ്. ഏകദേശം ഒരു 300 മീറ്ററാണ് കിട്ടുമെന്ന് പറയുന്നത്, ഒരു 1000 ഫീറ്റ്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എവിടെ വരെ കിട്ടുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഏകദേശം 300 മീറ്റർ പറയണേ. ഇപ്പോൾ ഒരു 10, 15, 20 മീറ്ററൊക്കെ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് പോവാം.
ഇപ്പോൾ ഏകദേശം ഒരു 200-250 മീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് പോന്നിട്ടുണ്ട്. വോയിസ് കിട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്ര അകലെ ആയതുകൊണ്ട് അത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷനൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ എന്താ പറയുക പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഇനിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 250 മീറ്റർ ആയിട്ടുള്ളൂ. ഇനിയും 50 മീറ്റർ ദൂരം അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. നമ്മുടെ വോയിസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കാം. ഇത്രേ ഉള്ളൂ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള ചെറിയ മൈക്കൊക്കെ വാങ്ങി, ചെറുതാണെങ്കിലും അവൻ പവർഫുള്ളാണ്, നല്ല അടിപൊളി എന്താ പറയുക നല്ല ഫീച്ചേഴ്സൊക്കെ അടിപൊളി മൈക്ക് തന്നെയാണ്. ഒരു 300 മീറ്റേഴ്സൊക്കെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കിട്ടും. അതുപോലെ മാഗ്നറ്റിക് ആണ്, ബട്ടൺ ടൈപ്പാണ്, വളരെ ചെറുതാണ്, കൊണ്ടുനടക്കാനൊന്നും ഒരു എന്താ പറയുക ഒരു ഒട്ടും തന്നെ പ്രശ്നമൊന്നുമില്ല. വളരെ ചെറിയൊരു പെട്ടി തന്നെയാണ്. ഇങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ട് തന്നെ കൊണ്ടുനടക്കാം, കയ്യിലൊക്കെ കൊള്ളും. അതുപോലെ ഒരു 40 അവേഴ്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ പറയുന്നുണ്ട്. 10 അവേഴ്സ് ഒരു ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന പറയണേ, ഒരെണ്ണത്തിൽ നിന്ന് തന്നെ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും, എന്നാലും അത്യാവശ്യം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൽ കൂടുതൽ റിവ്യൂ ഒക്കെ പറയാം. ഇതിൻ്റെ പ്രൈസ് പറയണത് 495 ആണ്. മുൻപ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 615 ദിർഹം ആയിരുന്നു. ഇപ്പോൾ അത് എന്തൊരു ഓഫർ വന്നിട്ടാണ് ഒരു 495 ഇപ്പോൾ ഓഫർ കിടക്കുന്നുണ്ട് ആമസോണിൽ. മറ്റുള്ള സൈറ്റുകളൊന്നും കണ്ടില്ല, പക്ഷേ ആമസോണിൽ നല്ല ഓഫർ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് വാങ്ങണമെങ്കിലും ആ ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആരെങ്കിലും അത് വാങ്ങണമെങ്കിലോ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ എടുത്തു നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ആൻസർ തരാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.